ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ ആദർശയുടെ കാര്യത്തിലൊക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്ന തരത്തിൽ നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു പണി സാദിഖ് അലി തങ്ങൾക്കില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. അത് ഏതെങ്കിലും ഒരു പക്ഷത്തെ നിൽക്കുള്ളൂ. ഒരു പക്ഷത്ത് നിൽക്കുന്ന ആൾക്ക് നേതാവാൻ കഴിയില്ല. ഏത് പക്ഷമാണ് അനീതി കാണിക്കുന്നത്, ഏത് പക്ഷത്തിനാണ് നീതി കിട്ടേണ്ടത് എന്ന് ഉറപ്പാക്കി രണ്ടു കൂട്ടരെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പണിയെടുക്കാൻ സാദിഖ് അലി തങ്ങൾക്ക് അറിയില്ല എന്നാണ് ഏറ്റവും പുതിയ ഉദാഹരണം. ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളും പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരൊക്കെ രാജിവെച്ചപ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ അവരെ ഇപ്പോൾ ഇദ്ദേഹത്തെക്കാളൊക്കെ വളരെ പ്രായമുള്ള ആളുകളാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളും പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരൊക്കെ. അവരെ നേരിട്ടോ ഫോണിലോ കണ്ട് സംസാരിച്ച് ഒരു പ്രശ്നം തീർക്കുന്ന ഒരു സമവായത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നേതൃശേഷി സാദിഖ് അലി തങ്ങൾക്കില്ല. അത് മുസ്ലിം ലീഗിനെയും UDF-നെയും ബാധിക്കും എന്ന് അവർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരശ്ശേരി, അങ്ങയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി എത്തുന്നു. പിന്നെ അവർ പറഞ്ഞു സമസ്തന്റെ പ്രമേയമുണ്ട്, അതുള്ളതാ, അതില്ല നമ്മൾ പറയണില്ല. സമസ്തയുടെ 4ാം വാർഷിക സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി ചോറ്റൂര്, കൊരൂര്, കൊണ്ടോട്ടി, അങ്ങനെ പല കൂട്ടരും എന്നെ കൂട്ടത്തിൽ കൊണ്ടോട്ടി. അവർ സുന്നികളല്ല എന്നുള്ളതാണ് ആ പ്രമേയം. അങ്ങനെ സമസ്ത പ്രമേയം പാസാക്കിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇപ്പം ഇവിടെ ഞെട്ടാനൊന്നുമില്ല, ഞങ്ങളെ ഇല്ലാറിനില്ല. അതിനുള്ള മറുപടി ആ പ്രമേയം പാളി എന്നുള്ളതാണ്. അത് പിഴച്ച പ്രമേയമാണ്. സമസ്ത കേരള ജമിയത്തുലും അഖിലേന്ത്യാ സ്ഥലത്തിൽ ഒരു അഖിലേന്ത്യ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാത്തതുകൊണ്ടൊന്നല്ല. അങ്ങനെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. ചിലരെ മാത്രം ഒരു പണിയാണ് അഖിലേന്ത്യാ ജമിയത്തുൽമയൊക്കെ ഉണ്ടാക്കാൻ. അഖിലേന്ത്യാ ജമിയത്തുൽമ ഉണ്ടാക്കാൻ നിഷ്പ്രയാസം ഞങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഞങ്ങൾ അതിനെ പറ്റി ആലോചിക്കുകയാണ്. അഖിലേന്ത്യാ ജമിയത്തുൽമ ഉണ്ടാക്കിയാൽ അതിലുള്ളതായ അതിന്റെ പ്രസിഡന്റ്, അതിന്റെ സെക്രട്ടറി, അതിന്റെ ട്രഷറർ, അതിന്റെ ഖജാൻജി, അതിന്റെ അംഗങ്ങളൊക്കെ ആരാവണം, എങ്ങനെയാവണം? അവര് നമ്മളെ ഇപ്പൊ ഇവിടെ MT സാഹിബ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, 4 മദ്ഹബിനെ സ്വീകരിക്കണം. അത് വളരെ ഉറപ്പാണ്. എന്നാലും 4 മദ്ഹബിനെ സ്വീകരിക്കാതെ നമ്മളെ മാരിക്കുള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയൂല. നമ്മളെ ഫിഖ്ഹിയാവുന്ന മസലകള് പിന്നെ ചില ആളെ പറഞ്ഞ പിന്നെ പലതും കൂടി മുക്കൂട്ടായിട്ടുള്ള ജീവിതം ഉണ്ടല്ലോ. അതിന്ന് കുറച്ചെടുത്ത് ഇതിന്ന് കുറച്ചെടുത്ത് അതിന്ന് കുറച്ചെടുത്ത് ആ പണി പറ്റൂല. 4 മദ്ഹബിനെ സ്വീകരിക്കണം. ആ സ്വീകരിച്ചുകൊണ്ട് ആ റൂട്ടിൽ കൂടി തന്നെ ഒരു വിഷയത്തിൽ ഒരു മദ്ഹബിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ ആ മറ്റേ മദ്ഹബിൽ നിന്നുള്ള കുറച്ചും ഈ മദ്ഹബിൽ നിന്നുള്ള കുറച്ചും അതിൽ നിന്നുള്ള കുറച്ചും കൂടി കൂട്ടിക്കൊണ്ടുള്ള പണി പറ്റൂല. അതുകൊണ്ട് 4 മദ്ഹബിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 4 മദ്ഹബിനെ സ്വീകരിച്ചുകൊണ്ടും വിശ്വാസപരമായി മഹാന്മാരാവുന്ന അബുൽ അശ്അരി തങ്ങളും മഹാനാവുന്ന ഇമാം മാതുരിദി തങ്ങളും അവര് വിശദീകരിച്ച് തന്ന ആ മാർഗങ്ങളിൽ കൂടിയായിട്ട് നിൽക്കണം. അല്ലാഞ്ഞാൽ നമ്മളെ ഈമാൻ പേച്ചു പോവും, നമ്മുടെ അമലുകൾ പേച്ചു പോവും, നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പേച്ചു പോവും. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽഉലമ എന്നല്ല ലോക പണ്ഡിതന്മാരുടെ അഭിപ്രായമാണത്. 4 മദ്ഹബ് സ്വീകരിക്കണം. എന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്താനുള്ള കാരണം അതാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതായ ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അഖിലേന്ത്യാ തലത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കാനൊക്കെ നമ്മൾ മുതിരാത്ത്. എപ്പോഴും നമ്മളെ ആളുകൾ പലരും പറയുന്നുണ്ട് അഖിലേന്ത്യാ തലത്തിൽ കമ്മിറ്റി ഉണ്ടാക്കണം. അപ്പൊ ദേശീയ ബോധ്യപ്പെടുത്തി മാത്രമല്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം സജീവമാക്കാൻ അഖിലേന്ത്യാ തലത്തിൽ അതിന്റെ സംഘടന ഉണ്ടാക്കാൻ അതേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏത് കാലത്ത് 1962 തീരുമാനമെടുത്തു. അഖിലേന്ത്യാ തലത്തിൽ സമസ്ത കേരള ജമിയത്തുകളുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ അതേ 31/1/76 തീരുമാനം നമുക്ക് ഇതിൽ കാണാൻ കഴിയും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ
പ്രവർത്തനങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ വേണ്ടി അതിന് ഭാഗ്യം ലഭിച്ച മഹാപണ്ഡിതനാണ് ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. 61 നമ്മുടെ ആലിമീങ്ങൾ ഇത് തീരുമാനിച്ചതാണ്. അത് നടപ്പാക്കാൻ സമസ്ത കേരള ജമിയത്തിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ ശൈഖുനാക്ക് അതിന് ഭാഗ്യമുണ്ടായി എന്നത് ഏറ്റവും വലിയ അഭിമാനാർഹമാണ്. ഇനി ഞാൻ പറയട്ടെ, കേരളത്തിന്റെ പുറത്തും ലോകമൊട്ടാകെയുമുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളാണ്. അവിടെ ഒരു സ്ഥലത്തും ഒരു സ്റ്റേറ്റിലും അതല്ല ലോകത്തൊരു സ്ഥലത്തും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരില്ലാത്ത ഒരു ലോകം ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് നാട്ടിലും അതേ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം വളരെ കൃത്യമായി പഠിപ്പിക്കാനും അതുപോലെ അതിന് വേണ്ടത് ചെയ്യാനും സംഘടന ഉണ്ടാക്കാനും യാതൊരു പ്രയാസവും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.